നമസ്കാരം. ഹരിതസുന്ദരത്തിലേക്ക് സ്വാഗതം. കാർഷിക സമൃദ്ധിയുടെ കനകകാന്തി വിരിയുന്ന ഇടങ്ങളാണ് തമിഴകത്തെ കമ്പവും തേനിയും. പൂക്കൾക്കും ചെടികൾക്കും ഫലങ്ങൾക്കുമൊക്കെ മുല്ലപ്പെരിയാർ നീർ കൊടുക്കുന്ന ഇടം. തമിഴകത്ത് ധാരാളം മലയാളികൾക്ക് കൃഷിസ്ഥലമുണ്ട്. ഇടം തമിഴകമെങ്കിലും മലയാളിയുടെ അധ്വാനശീലവും ഇച്ഛാശക്തിയും ചേരുമ്പോൾ ഫലങ്ങൾക്ക് മുഴുപ്പും മിനുപ്പുമേറും. അത്തരത്തിലുള്ള ഒരു കൃഷിയിടത്തിലേക്കാണ് ഇന്ന് ഹരിതസുന്ദരം യാത്ര പോകുന്നത്. ഹാർവസ്റ്റ് ഫ്രഷ് ഫാം. സ്ഥലം കമ്പത്താണ്. കമ്പത്തെ ഈ കൃഷി കാഴ്ചകൾ കാണാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും പോകുന്നു. പോകാം. ഹരിതം സുന്ദരം. തുലാമാസത്തിലെ ഒരു സുപ്രഭാതത്തിലാണ് ഞങ്ങൾ ഹാർവസ്റ്റ് ഫ്രഷ് ഫാമിലിരിക്കുന്നത്. വലിയ ഫാമുകളുടെ അകം കാഴ്ചകൾ കൗതുകകരവും ഒപ്പം രസകരവുമാണ്. പൊതുവെ ഈ ഫാമുകളെല്ലാം തന്നെ മറ്റ് വിശാലമായ ഒരു കൃഷിയിടം തന്നെ എന്ന് നമുക്ക് പറയാം. എന്നാൽ കൃഷിയിടം നേരിട്ട് വരുമാനം തന്നില്ല എന്നോർത്ത് ഇവിടെ വിലപിക്കേണ്ട കാര്യമില്ല. കൃഷിയിടത്തിലെ നേരിട്ടുള്ള വരുമാനമല്ല ഇത്തരം ഫാമുകൾ പ്രതീക്ഷിക്കുന്നത്. കൃഷിയിടം നന്നായി ഒരുക്കി കാഴ്ചയ്ക്ക് കൂടി അവസരമൊരുക്കുക എന്നതാണ് ധർമ്മം. കൃഷിയിടത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിഞ്ഞാൽ അത് തനിയെ വരുമാനം തന്നു. എന്നാൽ ഇത് ചില്ലറ കാര്യമല്ല. ഈ ഫാം കാണുന്ന ആർക്കും അക്കാര്യം മനസ്സിലാവും. ഒക്കെയും വെടിപ്പും വൃത്തിയുമുള്ള ഇടങ്ങൾ, നന്നായി വെട്ടിയൊരുക്കിയ നടപ്പാതകൾ, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പുൽത്തകിടികൾ, എവിടെ നോക്കിയാലും പച്ചപ്പിൻ്റെ നേർത്ത വകഭേദങ്ങൾ. ചിലപ്പോൾ വർഷങ്ങളെടുക്കും ഇത്തരത്തിൽ ഒരു സൃഷ്ടി നടത്തുവാൻ. നമുക്ക് നോക്കിയാൽ കാണാവുന്നത് ഒക്കെയും പൂച്ചെടികളാണ്. ഏതാണ്ട് 30 ഏക്കറോളം വരുന്ന വിശാല സുന്ദരമായ ഈ ഭൂമികയിൽ 16 ഏക്കറോളം തന്നെ ഫലവൃക്ഷങ്ങളുടെ സമൃദ്ധിയുണ്ട്. മാതളം, നെല്ലി, ചാമ്പയ്ക്ക, പപ്പായ, ഏറ്റവും വലിയ ഫലമായ ചക്ക എന്നിങ്ങനെ നിരന്നു കിടക്കുന്ന ഫലവൃക്ഷങ്ങളുടെ ഒരു സമൃദ്ധി നമുക്കിവിടെ കാണാൻ കഴിയും. അത് ഒരിടത്ത്. മറ്റൊരിടത്ത് അലങ്കാര ചെടികളാണ്. അത് വേണ്ടത്ര അളവിൽ വേണ്ടിടത്ത് വയ്ക്കുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ മേന്മ. മുളയുടെ വിവിധ വകഭേദങ്ങൾ ഇവിടെ കാണാം. ലാത്തിമുള, തോട്ടിമുള, ബുദ്ധമുള, മഞ്ഞമുള എന്ന് വേണ്ട മുളയുടെ ഒരു മുളങ്കാടുകളുടെ സമൃദ്ധമായ ഒരു കൂട്ടമുണ്ട്. മുള പ്രത്യേക വൃക്ഷം തന്നെയാണ്. കാറ്റ് അതിലൂടെ ഒഴുകി പരക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉന്മാദം സഞ്ചാരികൾക്ക് മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ. ദിനംപ്രതി ധാരാളം സഞ്ചാരികളും ഇവിടെ വരുന്നുണ്ട്. മറ്റൊന്നുള്ളത് ജീവജാലങ്ങളുടെ ഒരു കൂട്ടമാണ്. ഒരിടത്ത് നല്ലൊരു ഫാം, മറ്റൊരിടത്ത് താറാവുകൾ നീന്തി തുടിക്കുന്ന കുളങ്ങൾ, ആ കുളങ്ങളിലാകട്ടെ വിദേശിയും സ്വദേശിയുമായ മത്സ്യങ്ങൾ, മറ്റൊരിടത്ത് വിവിധയിനം ആലുകളുടെ സങ്കരം, ഇലച്ചെടികളുടെ പ്രത്യേക കൂട്ടായ്മകൾ ഒക്കെയും കാണാൻ, പ്രത്യേകിച്ചും കഴുതമേട് ഉൾപ്പെടെയുള്ള പർവ്വതനിരയുടെ താഴ്വാരമാണ് ഈ ഫാം സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒക്കെയും കാണാനായി വൻ മരങ്ങളിൽ കെട്ടി ഉയർത്തിയ വാച്ച് ടവറുകൾ, ഇതൊക്കെ സഞ്ചാരികളെ പരമാവധി ആകർഷിക്കുന്നു. താമസത്തിനും ഭക്ഷണത്തിനും ചെറുത്തുക ഈടാക്കിയാൽ തന്നെ ഫാമിലേക്ക് വരുമാനം തനിയെ വന്നുകൊള്ളൂ. നാം കാണുന്നത് പോലെ വിദേശ സഞ്ചാരികൾ പലപ്പോഴും കേരളത്തിൽ വരുന്നത് മഴനൃത്തം കാണാനും പഞ്ചനക്ഷത്ര ഹോട്ടലിലെ സൗകര്യങ്ങൾ ആസ്വദിക്കാനുമല്ല. പലരും പ്രശാന്തസുന്ദരമായ പ്രകൃതിയുടെ അകളങ്ക സ്വാഭാവികതയുള്ള ഈ സ്ഥലങ്ങളിൽ വന്ന് മറ്റ് യാതൊരുവിധ ശല്യവുമില്ലാതെ പ്രകൃതിയുടെ നേർത്ത സ്വരം കേട്ടുകൊണ്ട്, അനേകം നേർത്ത സ്വരങ്ങളുടെ നിശബ്ദത ആസ്വദിച്ചുകൊണ്ട് സ്വർഗീയ സുന്ദരമായ ലാവണ്യസുന്ദരമായ ഈ ഭൂമിയിൽ താമസിക്കുവാൻ വേണ്ടിയാണ്. അത് കാണുന്നവരുടെ കണ്ണിൽ ആവോളം നിറയ്ക്കുവാൻ ഇവിടുത്തെ കൃഷിഭൂമിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അക്ഷരാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ ഒരു തുണ്ടാണ് ഹാർവസ്റ്റ് ഫാം. ഉച്ചസൂര്യൻ കത്തി നിൽക്കുമ്പോഴും മലനിരകളിലെ മഞ്ഞ് മാഞ്ഞിട്ടില്ല. പെരിയാറിനെ തഴുകുന്ന കാറ്റ് നമ്മളെ പുണർന്നു നിൽക്കുന്നു.
ഹാർവസ്റ്റ് ഫാമിൻ്റെ വളരെ ഉയരത്തിലുള്ള ഒരു ഭാഗത്താണ് നാം നിൽക്കുന്നത്. ഒരു പഴത്തോട്ടത്തിൻ്റെ നടുവിലാണ്. പേരയും നെല്ലിയും ചക്കയുമൊക്കെ സമൃദ്ധമായി വിളയുന്നു. ആരെയും അത്ഭുതപ്പെടുത്തുന്നത് ഇവിടുത്തെ നെല്ലിത്തോട്ടമാണ്. ഏതാണ്ട് 6 അടി മുതൽ 7 അടി ഉയരത്തിൽ വരെ മാത്രം നീളം വയ്ക്കത്തക്ക രീതിയിൽ മരങ്ങളെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നു. തിരിതെടുത്ത് പൂക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ശിഖരത്തിലും നെല്ലിക്ക പൂത്തുമറിയുകയാണ്. മരമൊന്നുലർത്തുവാൻ മോഹിക്കുന്നവർക്ക് കൈനിറയെ നെല്ലിപ്പഴങ്ങൾ ഈ മരങ്ങൾ നൽകുന്നു. ജീവകം സിയുടെ കലവറ കൂടിയായ നെല്ലിക്കയ്ക്ക് ഇവിടെ സമൃദ്ധമായ വിളവുണ്ട്. ചാഞ്ഞു നിൽക്കുന്ന പേരമരങ്ങളിൽ പേരയ്ക്ക പൂത്തുലയുന്നുണ്ട്. മറ്റൊരിടത്ത് വിശാലമായ പച്ചക്കറി തോട്ടമാണ്. പച്ചക്കറിയിൽ ഉജ്ജ്വല മുളകുകൾ, അനാമിക വെണ്ട, 18 മണിയൻ പയറ് ഇവയൊക്കെ സമൃദ്ധമായി വിളഞ്ഞു കിടക്കുന്നു. കോളിഫ്ലവറിനുമുണ്ട് ഒരിടം. എല്ലാം നട്ടു നനയ്ക്കുവാൻ ജീവനക്കാർ സദാസമയവും ഫാമിലും. ചെടികളിൽ ഒരു ചൈതന്യം കാണുന്നു എന്നുള്ളതാണ് കമ്പത്തെ കൃഷിയുടെ മേന്മ. ഒക്കെയ്ക്കും ചൈതന്യമാകുന്നത് ജീവാമൃതവും പഞ്ചഗവ്യവും എല്ലാം ഫാമിലുണ്ടാക്കുന്ന വളങ്ങൾ. ഫലമോ പൂർണ്ണമായും ജൈവ രീതിയിലുള്ള സുരക്ഷിതമായ ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ അനവധി ഫാമിലേക്ക് ഒഴുകിയെത്തുന്നു. നല്ല മണ്ണിൽ നിന്ന് നല്ല ഭക്ഷണം കഴിക്കുവാൻ കൊതിക്കുന്നവരത്രയും ഇവിടെ ഒന്ന് വന്നുപോകും. പൂക്കളും പഴങ്ങളും മരുന്നുതോട്ടവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അപൂർവ സുന്ദരമായ കാഴ്ചകൾ. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, ഇവിടുത്തെ മഞ്ഞാണ് മഞ്ഞ് എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അതിലും അത്ഭുതപ്പെടാനില്ല. തമിഴകത്ത് താരും തളിരും വിടരാൻ നീർ കൊടുക്കുന്ന മുല്ലപ്പെരിയാറിൻ്റെ ഓരത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരു വശത്ത് മഞ്ഞിൻ്റെ നീല കമ്പളം പുതച്ച് കഴുതമേട് പർവ്വതനിരകളുണ്ട്. അതിൻ്റെ താഴ്വാരത്താണ് ഹാർവസ്റ്റ് ഫ്രഷ് ഫാമിലെ മാതളത്തോട്ടം. മാതളപ്പൂക്കളുടെ ഉന്മാദ സുഗന്ധിയായ ഒരു കാറ്റ് ഞങ്ങളെ പുണരുന്നുണ്ട്. വളരെ വ്യത്യസ്തമാണ് മാതളത്തോട്ടം. കണ്ണത്ത ദൂരത്തോളം പരന്നിടക്കുന്ന 7000-ഓളം മാതള തൈകൾ ഈ തോട്ടത്തിലുണ്ട്. മാതളത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന മാണിക്യ കുയിലാളെ എന്ന മനോഹരമായ ചലച്ചിത്ര ഗാനമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഗാനം പോലെ തന്നെ പ്രണയാതുരമാണ് ഈ തോട്ടം. ഒക്കെയും മാതളപ്പഴങ്ങൾ നിറഞ്ഞു തുടുത്തു നിൽക്കുന്ന മരങ്ങൾ. കണ്ണത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ തോട്ടത്തിനുള്ളിൽ നിന്ന് മാതളത്തിൻ്റെ ഒരു കഥ പഠിക്കുമ്പോൾ വളരെ വ്യത്യസ്തവും കൗതുകവുമായ ചില അനുഭവങ്ങൾ കൂടി മനസ്സിലേക്ക് വരുന്നുണ്ട്. മറ്റ് പഴങ്ങൾ പോലെയല്ല മാതളപ്പഴം. വർഷത്തിൽ 100 മുതൽ 150 കിലോ വരെ ഒരു നല്ല തൈയിൽ നിന്ന് കിട്ടും. മാതള ചെടി ഉണ്ടായി വരുവാൻ ചില പ്രത്യേക പരിപാലനങ്ങൾ തന്നെ വേണം. ഏതാണ്ട് 12 അടി അകലത്തിലാണ് മാതള തൈകൾ നടുന്നത്. ചെടികൾ തമ്മിൽ 12 അടി അകലവും വാരങ്ങൾ തമ്മിൽ 10 അടി അകലവും വേണം. ഒന്നാം തരം കുഴി കൂടി വേണം നല്ല തൈ നടുവാൻ. ഏതാണ്ട് 2.5 അടി ആഴത്തിലും 2.5 അടി വീതിയിലുമാണ് ഈ കുഴികൾ ഉണ്ടാക്കുക. ഉണ്ടാക്കിയ ഉടൻ തന്നെ അവയെ ഉണക്കയിലകളും പച്ചിലകളും ഇട്ട് ഏതാണ്ട് പകുതിയോളം മൂടും. തുടർന്ന് അല്പം മേൽമണ്ണും കമ്പോസ്റ്റും ഉണക്കച്ചാണകപ്പൊടിയും ചേർത്ത് കുഴി നിറച്ചു കൊണ്ടുവരും. കുഴി ഏകദേശം നിറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു പിള്ളക്കുഴി എടുത്താണ് മാതള തൈകൾ നടുക. മാതള തൈകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക നേഴ്സറി തന്നെ ഹാർവസ്റ്റ് ഫ്രഷ് ഫാമിലുണ്ട്. തൈകൾ നട്ടാൽ 2ാം പക്കമാണ് നന. ഇത് 2 ആഴ്ച കൂടുമ്പോൾ തുടരേണ്ടതുണ്ട്. ഹാർവസ്റ്റ് ഫ്രഷ് ഫാമിൽ മാതള തൈകൾ നനയ്ക്കുവാൻ ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വളരെ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സംഭരണ ടാങ്കിൽ നിന്ന് തുള്ളി തുള്ളിയായി മാതള ചെടിച്ചോട്ടിലേക്ക് വെള്ളം വന്നു വീഴും. ഏതാണ്ട് 1 വർഷമെത്തിയാൽ, കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ടൊരു ഡിസംബറിലെ മഞ്ഞുകാലത്താണ് തൈകൾ നടുക. കൃത്യമായി 1 വർഷത്തെ വളർച്ചയെത്തിയാൽ, തൈകൾ 4 അടി പൊക്കമെത്തിയാൽ, ജനുവരി മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ കമ്പത്ത് നല്ല വേനൽക്കാലമാണ്. ഒരുപക്ഷെ വേനൽക്കാലം തന്നെയാണ് സൂര്യൻ്റെ നിറമുള്ള മാതളപ്പഴങ്ങൾക്ക് നല്ലത്. ജനുവരി ഫെബ്രുവരി മാസത്തെ കടുത്ത വേനലിൽ
മാതളത്തൈകളെ വാട്ടുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട്. ചെടിക്ക് തീരെ വെള്ളം നൽകാതെ പൂർണ്ണമായും വാട്ടിയെടുക്കും. പൂർണ്ണമായി വാടി ഉണങ്ങി നിൽക്കുന്ന ചെടികളുടെ തണ്ടുകൾ കവാത്ത് നടത്തുക അഥവാ പ്രൂണിങ് നടത്തുക എന്നൊരു പ്രക്രിയയ്ക്ക് വിധേയമാക്കും. ചെടികളുടെ തണ്ടുകളുടെ അഗ്രത്തെ പിഞ്ച് ഭാഗം പൂർണ്ണമായും മുറിച്ചു മാറ്റിയതിനു ശേഷം കട്ടിയുള്ള ഭാഗത്തെ ബ്രാഞ്ചുകൾ, ചില്ലകൾ മുറിച്ചു മാറ്റുകയാണ് ഈ രീതി. അന്ന് രാത്രി തന്നെ വെള്ളം നൽകി ചെടികളെ തളിർക്കുവാൻ അനുവദിക്കും. ഏതാണ്ട് ഒരു കുടത്തോളം വെള്ളം ഇരുഭാഗത്തുമായി വീഴുന്ന തൈകൾ ഉടൻ തന്നെ ഇലകൾ പൊട്ടിമുളച്ച് തളിർത്ത് വരും. ഏതാണ്ട് 4 ഇല പരുവമാകുന്ന തണ്ടുകൾ പൂക്കും എന്ന് ഉറപ്പാണ്. അഗ്നിയുടെ നിറമുള്ളതാണ് മാതളപ്പൂക്കൾ. മാതളപ്പൂക്കളിൽ ആൺപൂവും പെൺപൂവുമുണ്ട്. ആൺപൂക്കൾക്ക് കൊഴിഞ്ഞു പോകാനാണ് വിധി. മൊത്തം പൂക്കളിൽ ഏതാണ്ട് 60% ആൺപൂക്കളാണ്. പെൺപൂക്കളെ കണ്ടാലറിയാം, ഞെട്ടിൽ ഒരു കുടത്തിൻ്റെ ആകൃതി ഉണ്ടാവും. പെൺപൂക്കളെയാണ് മരത്തിൽ നിർത്തുക. അതിൽ തന്നെ കായ് പൊടിച്ചു കഴിഞ്ഞാൽ ചെറുനാരകത്തിൻ്റെ വലിപ്പത്തിലെത്തിയാൽ പെൺപൂക്കൾ ചെടിയുടെ പ്രായമനുസരിച്ച്, കൃത്യമായി പറഞ്ഞാൽ 4 അടി ഉയരമുള്ള മരത്തിൽ ഏതാണ്ട് 20ഓളം കായ്കൾ മാത്രമേ നിർത്തുകയുള്ളൂ. മരത്തിൻ്റെ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം. പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഹാർവസ്റ്റ് ഫ്രഷ് ഫാമിൽ കൃഷി നടത്തുക. ചെടികളെ ബാധിക്കാവുന്ന ചെറു പുഴുക്കൾക്കും പ്രാണികൾക്കുമൊക്കെ ജൈവ കീടനാശിനികളുടെ പ്രയോഗമുണ്ട്. ഏതാണ്ട് 20 കായോളം ആദ്യ വർഷം ഒരു ചെടിയിൽ നിന്ന് കിട്ടിയാൽ 2ാം വർഷം അത് ഇരട്ടിയോളം എത്തും. തുടർന്ന് 3ാം വർഷത്തിൽ പൂർണ്ണ വളർച്ചയിൽ നല്ല കായ്ഫലം, അതായത് ഏകദേശം 100 മുതൽ 180ഓളം കായ്കൾ ഒരു മാതള ചെടിയിൽ നിന്നും കിട്ടും. കിലോയ്ക്ക് 180 രൂപയാണ് ഹാർവസ്റ്റ് ഫ്രഷ് ഫാമിൽ മാതളം വിൽക്കുന്നത്. മാതളത്തിന് ധാരാളം ആവശ്യക്കാരുണ്ട്. ധാരാളം ധാതുലവണ മിശ്രിതവും ജീവകവും ഇരുമ്പും ഒക്കെ കൂടുതലുള്ള മാതളപ്പഴങ്ങൾക്ക് വിദേശത്ത് നിന്ന് പോലും ഓർഡറുകൾ എത്തുന്നുണ്ട്. ഏതായാലും ഈ മാതളത്തോട്ടത്തിൽ നിൽക്കുക എന്ന സുഗന്ധവാഹിനിയായ ഈ കാറ്റേറ്റ് നിൽക്കുക എന്നത് അപൂർവ സുന്ദരമായ ഒരു അനുഭവമാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ്. ഫാദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ കൃഷിക്കാരായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കൃഷിയോട് ഒരു താല്പര്യമുണ്ട്. പിന്നെ കേരളത്തിനടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം, കേരളത്തിലെ കാലാവസ്ഥ, വെള്ളം ഇഷ്ടം പോലെ ധാരാളമുണ്ട്. വെള്ളം മുല്ലപ്പെരിയാറിൻ്റെ ആരംഭ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ സ്ഥലം കിട്ടിയപ്പോൾ അത് വാങ്ങിച്ചു. സംഘർഷിച്ച് ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും ബാല്യ അവസ്ഥ കഴിഞ്ഞ് മാറിയിട്ടില്ല. അവിടെ എല്ലാം വെറും ബാരൻ സ്ഥലമായിരുന്നു, കല്ലുമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതെല്ലാം JCBക്ക് ഇളക്കിയിട്ട് റോഡുകളൊക്കെ തീർത്ത് അങ്ങനെയാണ് കൃഷി തുടങ്ങിയത്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളെ മാതളമാണ് കൃഷി. തെങ്ങ് വെച്ചു, നല്ല വെറൈറ്റി തെങ്ങ് തിരഞ്ഞെടുത്ത് തെങ്ങ് വെച്ചു. അതിനുശേഷം അതിൻ്റെ ഇടയിൽ കുറേ ഭാഗത്ത് മാതളം കൃഷി ചെയ്തു. മാതളത്തിൻ്റെ ഇത് കളക്ട് ചെയ്യാനായിട്ട്, സീഡ്ലിങ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ പോയി. അവിടെ പോയി അവിടുന്ന് മാതളത്തോട്ടങ്ങളൊക്കെ കണ്ടു. അതിനെപ്പറ്റിയൊക്കെ പഠിച്ച ശേഷം അവിടുന്ന് ബഡ് തൈ വാങ്ങിച്ചു കൊണ്ടാണ് ഇവിടെ പ്ലാന്റ് ചെയ്തത്. ലാഭകരമായിട്ടില്ലെങ്കിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്ന ഒരു സംതൃപ്തിയാണ്. വേണം ഒരു 1-2 വർഷം കൊണ്ടേ എല്ലാം ഈൽഡിങ് ആവുള്ളൂ. തെങ്ങൊക്കെ അയച്ചു തുടങ്ങി. കെമിക്കൽസോ മറ്റ് പെസ്റ്റിസൈഡോ ഒന്നും അടിക്കാറില്ല. നാടൻ പശുക്കളെ വളർത്തിട്ട് ഒരു 10-12 നാടൻ പശുക്കളുണ്ട്. അതിൻ്റെ ചാണകം, മൂത്രം, പിന്നെ പഞ്ചഗ്രവ്യം, ഇങ്ങനെയൊക്കെയുള്ള ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന വളങ്ങളൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ തന്നെയുള്ള വേറെ മറ്റ് കെമിക്കൽസ് ഒന്നും ചേർക്കാറില്ല. ചാണകം ഇങ്ങനെയുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും പ്രാണികളുടെ അറ്റാക്ക് ഉണ്ടാകാറുണ്ട്, ഇങ്ങനെ കീടങ്ങളുടെ അറ്റാക്ക് ഉണ്ടാകാറുണ്ട്. അത് ഞങ്ങൾ കെണി വെച്ചും ഇങ്ങനെ പലതരത്തിൽ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നു. ഏതാണ്ട് 7000ഓളം ചെടികളുടെ സമൃദ്ധിയാണ് ഹാർവസ്റ്റ് ഫ്രഷിലെ മാതളത്തോട്ടങ്ങൾക്കുള്ളത്. എല്ലാം ചെടി നിറയെ പൂത്ത് കുലച്ചു മറിയുന്ന മാതളപ്പഴങ്ങളുള്ള ചെടികൾ.
നല്ല മാതള വൃക്ഷങ്ങളെ കുട്ടിത്തൈകളാക്കി മാറ്റി മാതള വൃക്ഷ സ്നേഹികൾക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രയത്നം കൂടി ഹാർവസ്റ്റ് ഫ്രഷ് ഫാം നടത്തുന്നുണ്ട്. അതിൽ പ്രധാനമാണ് വേര് പിടിപ്പിക്കൽ പ്രക്രിയ. മികച്ച കായ്ഫലമുള്ള മരങ്ങളുടെ കുട്ടിത്തൈകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. നല്ല മൂത്ത ശാഖയിൽ നിന്നും ഏകദേശം 3/4 ഇഞ്ചോളം തൊലി മുറിച്ചു മാറ്റിയതിനു ശേഷം അവിടെ ചെറിയ മിശ്രിതം പുരട്ടുന്ന ഒരു രീതി പരീക്ഷിക്കുന്നുണ്ട്. മരപ്പായലും ചകിരിച്ചോറുമാണ് ഈ മിശ്രിതത്തിൽ പ്രധാനമായുള്ള ഘടകങ്ങൾ. അത് പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് തൊലി മാറ്റിയ തണ്ടുകളിൽ പൊതിഞ്ഞതിന് ശേഷം നന്നായി വരിഞ്ഞ് കെട്ടുകയാണ്. പ്ലാസ്റ്റിക് കയറുകൾ കൊണ്ട് നന്നായി വരിഞ്ഞ് കെട്ടുകയാണ് രീതി. ഇപ്പോൾ ഈ വൃക്ഷത്തിൽ തന്നെയാണെങ്കിൽ തന്നെയും നല്ലോണം പോകുന്ന ഒരു ബ്രാഞ്ച്, നല്ലോണം പോകുന്ന ഒരു ശിഖരത്തിലേക്ക് ഏതാണ്ട് ഒരു 3/4 ഇഞ്ചോളം ഭാഗത്ത് നിന്ന് തൊലി മുറിച്ചു മാറ്റിയതിന് ശേഷം അവിടേക്ക് ഈ മിശ്രിതം, മരപ്പായലും ചകിരിച്ചോറും ചേർന്ന മിശ്രിതം പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് അപ്പുറവും ഇപ്പുറവും ഭംഗിയായ കെട്ടുകളിട്ട് സംരക്ഷിക്കുന്നതാണ് രീതി. ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ തൊലി മുറിച്ചു മാറ്റിയ ഭാഗത്ത് നിന്നും വേരുകൾ പൊടിച്ചു തുടങ്ങും. അപ്പോഴേക്കും ഈ ശിഖരം അതിൻ്റെ തൊട്ട് പിന്നിൽ നിന്നും മുറിച്ചു മാറ്റും. വേര് പടലം ഉള്ള ഭാഗം തവാരണ കവറുകളിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മാതള തൈയായി എന്നർത്ഥം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഈ മരത്തിൻ്റെ പ്രായം ചിലപ്പോൾ ഒരുപക്ഷെ ഒന്നോ രണ്ടോ വർഷം പിന്നിട്ടെങ്കിൽ ആ പ്രായത്തിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ തൈയാണ് കിട്ടുന്നത് എന്നുള്ളൊരു മേന്മ ഇതിനുണ്ട്. അതായത് ഈ തൈ ഈ ഫാമിൽ നിന്ന് വാങ്ങി പുരയിടത്തിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു കർഷകനോ ഒരു കൃഷി സ്നേഹിക്കോ ഏതാണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ ഫലം കിട്ടുന്ന ഒരു മാതളച്ചെടി കിട്ടും എന്നുള്ളത് വലിയൊരു മേന്മയാണ് ഈ പ്രത്യേകം. മറ്റൊരു പ്രക്രിയയുള്ളത്, ഇത്തരം ശാഖകൾ നേരെ വളച്ചു കൊണ്ടുവന്ന് പ്രധാനപ്പെട്ട ഭാഗത്തു നിന്നും ഒരു 1/2 ഇഞ്ചോളം തൊലി മുറിച്ചു മാറ്റിയതിനു ശേഷം അത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുക എന്നൊരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ തൊലി മുറിച്ചു മാറ്റിയ ഭാഗത്തു നിന്നും വേരിറങ്ങി തുടങ്ങും. അപ്പോൾ പ്രധാന ശിഖരം പിന്നിൽ നിന്ന് മുറിച്ച് സ്വതന്ത്രമാക്കാം. തൈ ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ നടാൻ പാകത്തിൽ തവാരണ കവറുകൾ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു രീതി കൂടി ഈ ഹാർവസ്റ്റ് ഫാമിൽ അനുവർത്തിക്കുന്നു. എന്തായാലും നല്ല ഈ ഫാം വന്ന് കാണുന്ന 7000-ഓളം വരുന്ന ചെടികളുള്ള നിറയെ കുലച്ചുമറിയുന്ന ഈ മാതളത്തോട്ടം കാണുന്ന ആർക്കും ഇവിടെ നിന്നൊരു തൈ കൊണ്ടുപോകാൻ മോഹം തോന്നിയാൽ അതിൽ അത്ഭുതമില്ല. ഞങ്ങൾ ഈ സ്ഥലം എടുക്കുമ്പം ഇതൊരു ടോട്ടലി ബാരൻ ലാൻഡ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു നീം ട്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ റൈറ്റ് ഫ്രം ദി സ്ക്രാച്ച് തൊട്ട് ഞങ്ങൾ ഈ ഫെൻസിങ് ഇട്ട്, പിന്നെ അതിൻ്റെ ഇൻറ്റേർണൽ റോഡ്സ്, പിന്നെ അതിൻ്റെ അകത്ത് എങ്ങനെ അതിൻ്റെ അകത്തുള്ള ടോട്ടലി എന്തൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് പിന്നെ അതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ ഓരോ പടിപടിയായിട്ട് അതിൻ്റെ അകത്ത് ഓരോ ഏരിയ പ്ലാൻ ചെയ്ത് 6 വർഷം കൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ മരങ്ങളും ചെടികളെല്ലാം അവിടെ വളർന്നിരിക്കുന്നത്. അപ്പം നല്ലൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഇനിഷ്യൽ പീരീഡിൽ. പക്ഷേ ഇപ്പം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, ഇത്രയും ഒരു നല്ലൊരു ഫാം ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ലോക്കൽ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതലും അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്താണ് ഞങ്ങളിപ്പോൾ അവിടുത്തെ ഫാം ടൂറിസം ആക്ടിവിറ്റീസൊക്കെ നടത്തുന്നത്. മിക്ക എല്ലാ സ്റ്റാഫും ലേഡീസും അവിടുത്തെ ജെൻസ് എല്ലാം ലോക്കൽ അടുത്തുള്ള ആൾക്കാരാണ് അവിടെ നിന്ന് ഞങ്ങൾ ജോലി കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നെല്ലാം നല്ല സഹകരണം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പുതിയ സംരംഭം തുടങ്ങിയപ്പം. ഞങ്ങളവിടുത്തെ ഫാം ടൂറിസത്തിന് വേണ്ടി ഈ അവിടുത്തെ ലോക്കലായിട്ടുള്ള ബുള്ളക്കാർട്സും അവരെയാണ് ഹയർ ചെയ്തിട്ടാണ് ഇത് ഞങ്ങളവിടെ നടത്തുന്നത്. അപ്പോൾ അവർക്കൊരു നല്ലൊരു ഏൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് നമ്മളിതിനകത്ത് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി ഒരു ഓർഗാനിക് ഫാം സർട്ടിഫിക്കേഷൻ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓർഗാനിക് ഫാം തേക്കടിയിലും അല്ലെങ്കിൽ കുമളിയുടെ അടുത്തോ അല്ലെങ്കിൽ തമിഴ്നാട്ട് ഏരിയയിൽ സർട്ടിഫിക്കേഷനുള്ളൊരു ഫാം വേറെ ഇല്ല. അപ്പം അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു മെയിൻ അട്രാക്ഷൻ. പിന്നെ കുമളിയിൽ നിന്ന് നമ്മുടെ ഫാമിലെത്താൻ വേണ്ടി ഒരു 12 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പം കുമളി വരുന്ന ടൂറിസ്റ്റിനെ നമ്മുടെ ഫാമിലോട്ട് വരണമെങ്കിൽ വളരെയധികം അവർക്ക് അധികം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാതെ തന്നെ നമ്മുടെ ഫാമിലെത്താൻ പറ്റും. സോ അതും ഞങ്ങൾക്കൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ മധുരയിൽ നിന്നും
ട്രിച്ചിയിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് തേക്കടിയിലോട്ട് മൂന്നാറിലോട്ട് പോകുമ്പം ആ ട്രാൻസിറ്റ് റൂട്ടിലാണ് ഞങ്ങളുടെ ഫാം സിറ്റുവേഷൻ. സോ നമ്മൾ ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള വളരെ അടുത്തുള്ള പ്രോക്സിമിറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു വലിയൊരു ബെനിഫിഷ്യൽ ആയിരുന്നു. അപ്പോൾ അതും ഒരു റീസണാണ് ഞങ്ങൾ ഈ ഫാം ടൂറിസത്തിലോട്ട് കടക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഓർഗാനിക് ഫാം ആയതുകൊണ്ട് ഇനിഷ്യൽ ടൈമിൽ നമ്മുടെ അതിൻ്റെ റവന്യൂ ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതൊരു അഡീഷണൽ ഇൻകം കൂടെ ജനറേറ്റ് ചെയ്യുന്നുള്ളൊരു മോട്ടിവേഷൻ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ അകത്ത്. പ്രപഞ്ചത്തിൻ്റെ നെറുകയിൽ സ്വർഗത്തിൻ്റെ മറ്റൊരു കീറ്. മനസ്സിലും മിഴിയിലും സൗന്ദര്യം നിറച്ച് ഇവിടെ നിന്നും യാത്രയാകാം. ഏത് അരസികൻ്റെ മനസ്സിലും ഒരു ഈരലെങ്കിലും പൊടിച്ചു വരും. ഒരുപക്ഷെ ആത്യന്തികമായി അതുതന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യവും. നേരം ഭാവുകങ്ങൾ.